പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 96504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് എ വിജയരാഘവൻ. CPIM-നോടൊപ്പം നിന്നപ്പോൾ അൻവറിനെ കുറ്റപ്പെടുത്തിയത് മാധ്യമങ്ങളാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളൻ അൻവറാണെന്നാണ് മുൻപ് പറഞ്ഞത്. മാധ്യമങ്ങൾക്കിപ്പോൾ അൻവർ ഹീറോയാണ്. പാർട്ടിയെ തകർക്കാൻ കിട്ടിയ അവസരം അത് ആഘോഷിക്കുന്നുവെന്ന് എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി. നിലമ്പൂർ ചന്തക്കുന്നിൽ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്തിന് വേറെ അർത്ഥം കൊടുക്കുവാനുള്ള ശ്രമം ആണിവിടെ നടക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ അടിത്തറയാണ് മലപ്പുറം. അത് പണിയാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം. കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് RSS അജണ്ട. ഗവർണർ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കള്ളക്കടത്തുകാരുടെ കയ്യടി ലഭിക്കുന്ന പ്രവർത്തനം CPIM നടത്താറില്ല. കേരള പോലീസ് മര്യാദയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ BJP-യെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ LDF വോട്ട് കൂടി, UDF-ന് വോട്ട് കുറഞ്ഞു. BJP വിരോധം മൂത്ത അവരുടെ വോട്ട് കോൺഗ്രസ് BJP-ക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.